Good morning. Today we will discuss types or kinds of demand or demand distinctions. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 9 പോയിൻ്റ് പറഞ്ഞിരുന്നു അല്ലേ. ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് ഡിമാൻഡ്, ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ആയിട്ട് പറയുന്നത് ജോയിൻറ്റ് ഡിമാൻഡ്, കോമ്പോസിറ്റ് ഡിമാൻഡ്, ഡയറക്റ്റ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്, പിന്നെ ഇൻഡസ്ട്രി ഡിമാൻഡ് ആൻഡ് കമ്പനി ഡിമാൻഡ്. ഇതാണ് ഒരു 4 ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് ഡിമാൻഡായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ജോയിൻറ്റ് ഡിമാൻഡ് എന്താ നോക്കാം. വെൻ 2 or more commodities are jointly demanded at the same time to satisfy a particular demand, it is called joint or complementary demand. നോക്കൂ, ഏതെങ്കിലും ഒരു ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഒരൊറ്റ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ജോയിൻ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെ പറയുന്ന പേരാണ് ജോയിൻറ്റ് ഡിമാൻഡ്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുന്നുണ്ട്, മിൽക്ക്, ഷുഗർ, ടീ, ഇതൊക്കെ എന്താണ്, ഒരു കപ്പ് ഓഫ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സാണ്. അപ്പോൾ ഇതെല്ലാം കളക്റ്റീവ്ലി ഒരുമിച്ച് ഡിമാൻഡ് ചെയ്യണ കാരണം ഇതിനെ ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡാണ്. കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ദ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി വിച്ച് ക്യാൻ ബി പുട്ട് ടു സെവറൽ യൂസസ് ഈസ് എ കോമ്പോസിറ്റ് ഡിമാൻഡ്. ഒരു ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി, നമ്മളൊരു കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നു, വിച്ച് ക്യാൻ ബി പുട്ട് ടു സെവറൽ യൂസസ് ഇൻ എ കോമ്പോസിറ്റ് ഡിമാൻഡ്. അത് ആ പറഞ്ഞ കൊമോഡിറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഡിമാൻഡ്. ഇൻ ദ കേസ് ഓഫ് a single product is wanted for a number of uses. For example, electricity is used for lighting, heating, or for running the engine. അപ്പോൾ നോക്കി നോക്കുക, ഒരൊറ്റ സംഗതി നമ്മൾ ഒരുപാട് വാണ്ടിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞത് ഒരൊറ്റ വാണ്ടിന് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അത് ജോയിൻറ്റ് ഡിമാൻഡ്. കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരൊറ്റ പ്രോഡക്റ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ എന്തിനൊക്കെ ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ഒരു കോമ്പോസിറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് കോമ്പോസിറ്റ് ഡിമാൻഡാണെന്ന് പറയാം. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ് പറയുന്നത് ദ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി വിച്ച് ഈസ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ. നമുക്ക് ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഡിമാൻഡ്. എക്സാമ്പിൾ ഫുഡ്, ക്ലോത്ത്, എക്സെട്ര. നോക്കൂ, ഇവിടെ പറയുന്നത് ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി വിച്ച് ഈസ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ. നമ്മളൊരു ഡയറക്റ്റ് കൺസംഷന് വേണ്ടി ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ആണെന്ന് പറയാം, ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഡിമാൻഡ് ഫോർ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഡിമാൻഡ്. എക്സാമ്പിൾ ഫുഡ്, ക്ലോത്ത് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് വെയർ ചെയ്യാൻ പറ്റും, ഫുഡ് കഴിക്കാൻ തന്നെ പറ്റുള്ളൂ അല്ലേ. ഡയറക്റ്റ് ഡിമാൻഡ് ഈസ് ഓൾസോ കോൾഡ് ഓട്ടോണമസ് ഡിമാൻഡ്. ഈ ഡയറക്റ്റ് ഡിമാൻഡിനെ ഓട്ടോണമസ് പറഞ്ഞാൽ ഒരു ഏകം വൺ എന്നുള്ള അർത്ഥമാണ് ഓട്ടോണമസ് ഡിമാൻഡ്. ഓക്കെ, when the commodity is demanded as a result of the demand for another commodity or service, it is known as the derived demand or induced demand. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡിമാൻഡ് ഫോർ സിമെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡിമാൻഡ് ഫോർ ബിൽഡിംഗ് എ കൺസ്ട്രക്ഷൻ. ഡിമാൻഡ് ഫോർ ടയേഴ്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡിമാൻഡ് ഫോർ കാർസ്, സ്കൂട്ടേഴ്സ്, എക്സെട്ര. ഡയറക്റ്റ് ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, വിശപ്പ് മാറാൻ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്നു അല്ലേ, അതേപോലെ ക്ലോത്ത്സ് നമ്മൾ വെയർ ചെയ്യുന്നു, അതെല്ലാം ഡയറക്റ്റ് ഡിമാൻഡാണ്. അതിന് വേറൊരു പേരും കൂടി പറയും ഓട്ടോണമസ് ഡിമാൻഡ് എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഡിറൈവ്ഡ് ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആവശ്യം നമ്മൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടനുബന്ധിച്ച് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിമൻറ്റ് നമ്മൾ ഡിമാൻഡ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിമൻറ്റ് ഡിമാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ തന്നെ ടയറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ടയർ നമ്മൾ ഡിമാൻഡ് ചെയ്യും
എന്തിന് നമുക്ക് വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ സ്കൂട്ടർ അതൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ എന്താ പറയുക വെച്ചാൽ ഒരു മെയിൻ ഡിമാൻഡ് നമ്മൾ മെയിൻ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അനുബന്ധമായിട്ട് വരുന്ന കുറച്ച് ഡിമാൻഡുകളാണ്. അതാണ് ഡിറൈവ്ഡ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇൻഡസ്ട്രി ഡിമാൻഡ് ആൻഡ് കമ്പനി ഡിമാൻഡ് പറയുന്നുണ്ട്. കമ്പനി ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി ഓർ ഫേം. അതായത് ചില ഡിമാൻഡുകൾ എങ്ങനെയെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സ് പർട്ടിക്കുലർ കമ്പനി മാത്രം ഡിമാൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് കമ്പനി ഡിമാൻഡും. ഓൺ ദ അതർ ഹാൻഡ് ഇൻഡസ്ട്രി ഡിമാൻഡ് റെപ്രസെൻറ്റ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. അത് നേരെ മറിച്ച് ഒരു ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെ ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. ജോയിൻറ്റ് ഡിമാൻഡ്, കോമ്പോസിറ്റ് ഡിമാൻഡ്, ഡയറക്റ്റ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്, പിന്നെ ഇൻഡസ്ട്രി ഡിമാൻഡ് ആൻഡ് കമ്പനി ഡിമാൻഡ്. ഇനി പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത്, ദ ലോ ഓഫ് ഡിമാൻഡ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ഓഫ് എ ബിസിനസ് യൂണിറ്റ്. The production planning in a firm mainly rests on accurate demand analysis. The law of demand has theoretical as well as practical advantages. These are as follows. അപ്പോൾ ഇമ്പോർട്ടൻസ് ഒരുപാട് ലോ ഓഫ് ഡിമാൻഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പെർട്ടിക്കുലർ ഡിസിഷൻ മേക്കിങ്ങിൽ അപ്പോൾ നമ്മൾ നിർത്തിയത് ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡാണ് അല്ലേ. അപ്പോൾ ദ പ്രൊഡക്ഷൻ പ്ലാനിങ് ഇൻ എ ഫേം മെയിൻലി റെസ്റ്റ് ഓൺ അക്യുറേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മീൻസ് അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും ബിസിനസ്സിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ്സിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും എടുക്കേണ്ടി വരും. അപ്പോൾ ഡിമാൻഡ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഈ ലോ ഓഫ് ഡിമാൻഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈസ് ഡിറ്റർമിനേഷൻ. ലോ ഓഫ് ഡിമാൻഡ് ഉള്ളത് കാരണം, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാരണം അതിൽ നിന്ന് വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രൈസ് ഡിറ്റർമിനേഷനാണ്, രണ്ട് യൂസ്ഫുൾ ടു ദ ഗവൺമെൻറ്, യൂസ്ഫുൾ ടു ഫാമേഴ്സ്, ആൻഡ് ദ ഫോർത്ത് വൺ ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാനിങ്. അപ്പോൾ 4 സെഗ്മെൻറ്റാണ് നമ്മൾ ടെക്സ്റ്റിലത്തെ കാര്യങ്ങളിൽ പറയുന്നത്. അതിൽ ഒന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഡിമാൻഡ് എത്രയാണെന്നുള്ളത് അറിയണം. ഡിമാൻഡ് കൂടുതലാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം. നേരെ മറിച്ച് ഡിമാൻഡ് കുറവാണെന്ന് വെച്ചാൽ ആ ഡിമാൻഡ് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈസിങ് ഡിസിഷൻ വേണ്ടി വരും നമ്മൾ എടുക്കാൻ അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, മോണോപ്പൊളിസ്റ്റ് ഈസ് ഫിക്സ് എ പ്രൈസ് ഓഫ് ഹിസ് പ്രോഡക്റ്റ്, ഈസ് ഏബിൾ ടു ഡിസൈഡ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ടു ഹിം. അതായത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മുടെ പ്രോഡക്റ്റിന് കൊടുക്കാൻ നമുക്ക് ഈ ലോ ഓഫ് ഡിമാൻഡ് സഹായമാവുന്നുണ്ട്. ഓക്കെ. പിന്നെ യൂസ്ഫുൾ ടു ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ് ഉള്ള കാരണം ദ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദിസ് ലോ ടു നോ ദ എഫക്ട്സ് ഓഫ് ഹിസ് ടാക്സ് റിഫോംസ് ആൻഡ് പോളിസീസ്. ഓൺലി ദോസ് കമോഡിറ്റീസ് വിച്ച് ഹാവ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഷുഡ് ബി ടാക്സ്ഡ്. നോക്കുക, ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ടാക്സ് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. നല്ല ഡിമാൻഡുള്ള പ്രോഡക്ട്സിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റിലേറ്റീവ്ലി ഹൈ ആയിട്ടുള്ളൊരു ടാക്സ് റേറ്റ് നമുക്ക് ഇമ്പോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഈ ലോ ഓഫ് ഡിമാൻഡിനെ ഇതേപോലെ തന്നെ ടാക്സ് റിഫോംസും പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ പറഞ്ഞാൽ യൂസ്ഫുൾ ടു ഫാർമേഴ്സിന് ഹെൽപ്ഫുള്ളാണ് ഈ ലോ ഓഫ് ഡിമാൻഡ്. ഫ്രം ദ ലോ ഓഫ് ഡിമാൻഡ് ദ ഫാർമേഴ്സ് നോ ഹൗ ഫാർ എ ഗുഡ് ഓർ ബാഡ് ക്രോപ്പ് വിൽ എഫക്റ്റ് ഹിസ് എക്കണോമിക് കണ്ടീഷൻ. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോപ്പിൻ്റെ കൾട്ടിവേഷൻ എങ്ങനെ നമ്മുടെ എക്കണോമീനെ ഗുഡായിട്ടോ ബാഡായിട്ടോ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ ഫാമേഴ്സിന് സാധിക്കും ഈ ലോ ഓഫ് ഡിമാൻഡുള്ള കാരണം. നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ആണെന്ന് വെച്ചാൽ അത് നമ്മുടെ GDP വർദ്ധിക്കും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് കൂടും. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മുടെ നാഷണൽ ഇൻകം കൂടും. നാഷണൽ ഇൻകം കൂടുന്ന സമയത്ത് പെർ ക്യാപിറ്റ ഇൻകം കൂടും. പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ വിൽ ബി സേഫ് അല്ലേ. അപ്പോൾ ഈ ഫാമേഴ്സും ഇതേപോലെ തന്നെ ലോ ഓഫ് ഡിമാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാനിങ്ങിന് ഇത് വളരെയധികം സഹായിക്കും. ഡിമാൻഡ് ഷെഡ്യൂൾസ് ഹാസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ പ്ലാനിങ് ഫോർ ഇൻഡിവിജ്വൽ കമോഡിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇൻഡിവിജ്വൽ കമോഡിറ്റീസും ഇൻഡസ്ട്രീസിനും ഒക്കെ ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ ഈ
ലോ ഓഫ് ഡിമാൻഡ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. അതായത് ഡിമാൻഡ് സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് കേവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഡിമാൻഡ് കേവ് അപ്വേർഡും ഡൗൺവേർഡുമായിട്ട് എന്താണ് എലാസ്റ്റിക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങും കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹാപ്പൻ ചെയ്യാനുള്ള കാരണം എന്താണത് കാര്യം എന്നുള്ളതാണ് ഈ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുന്നത്. ജനറലി ഡിമാൻഡ് വേരീസ് വിത്ത് പ്രൈസ്. സാധാരണ നമുക്കറിയാം പ്രൈസിനനുസരിച്ചാണ് ഡിമാൻഡ് കൂടുക, ഡിമാൻഡ് കൂടുക കുറയുക ചെയ്യാം. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് ഓൺ എ fall in its price and decreases on an increase in the price. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻക്രീസും ഡിക്രീസും ഒരു ഡിമാൻഡ് ഇൻക്രീസ് ആവാനും ഡിക്രീസ് ചെയ്യാനുള്ള കാരണം പ്രൈസ് തന്നെയാണ്. ദ ലോ ഓഫ് ഡിമാൻഡ് ടെൽസ് ഓൺലി ദ ഡയറക്ഷൻ ഓഫ് എ ചേഞ്ച്. അപ്പോൾ അത് കൂടും കുറയുമെന്ന് മാത്രമാണ് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൽ. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുക കുറയുകയോ ചെയ്യും എന്നുള്ളത് ലോ ഓഫ് ഡിമാൻഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ടെൽ ദ റേറ്റ് ടു വിച്ച് ദ ചേഞ്ചസ് ടേക്ക്. എത്രത്തോളം കൂടും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പ്ലെയിൻ ഡിമാൻഡ് കേവിൽ പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദ കോൺസെപ്റ്റ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർഷാൾ ടു മെഷർ ദ ചേഞ്ച് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ എത്രത്തോളം ഡിമാൻഡ് ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർഷാളാണ് ഈ പറഞ്ഞ രീതിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, മാർഷൽ റിയലി ബിക്കം ദ മാർഷാൽ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻഫാക്ട് ദ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും വർക്കൗട്ട് ആവുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് ഡെഫിനിഷൻ പറയുന്നുണ്ട് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ. In physics, elasticity means the expansion and contraction of an object as force is applied and released. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യാതിരിക്കുന്ന സമയത്തും അതിൽ വരുന്ന കോൺട്രാക്ഷനും അതേപോലെ എക്സ്പാൻഷനും അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിനെയാണ് ഫിസിക്സിൽ നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു എക്സ്പാൻഡ് എ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംഗതി എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്. ഇൻ എക്കണോമിക്സ് ദ ടേം എലാസ്റ്റിസിറ്റി മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. അപ്പോൾ എക്കണോമിക്സിൽ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേറെ ഏതെങ്കിലും അനദർ വേരിയബിൾ ചേഞ്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് എലാസ്റ്റിസിറ്റി എന്നുള്ളത് എക്കണോമിക്സിൽ പറയാൻ പറ്റും. Elasticity of demand means the degree of responsiveness or sensitiveness of demand to the change in price. അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഡിമാൻഡും പ്രൈസുമാണ്. അപ്പോൾ പ്രൈസ് എത്രത്തോളം ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്, എത്ര ചേഞ്ച് ഈ പറഞ്ഞ പ്രൈസിൽ വരുന്നുണ്ട് അതിനനുസരിച്ച് ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, according to EK's thumb, elasticity of demand is a measure of the responsiveness of quantity of demand to change in price. അതായത് ഒരു പ്രൈസിൽ വരുന്ന ചേഞ്ചസിൻ്റെ റെസ്പോൺസീവ്നെസ് എങ്ങനെയാണോ ഡിമാൻഡ് ചേഞ്ചസിലെ റെസ്പോൺസ് കൂട്ടുകയോ കുറയുകയോ ചെയ്യുന്നത് അതിനപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റും. In short, elasticity is the rate of change in the quantity demanded due to change in price. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്, ഡിഗ്രി ഓഫ് ചേഞ്ച് എത്രയാണ് എന്നുള്ളത് പ്രൈസ്, ഈ പറഞ്ഞ പ്രൈസിലെ ചേഞ്ച് ആണെങ്കിൽ അതിന് നമുക്ക് പ്രൈസ് എത്ര ഡിഗ്രിയിൽ ചേഞ്ച് ആവുന്നു അതിനനുസരിച്ച് ഡിമാൻഡ് എത്ര മെഷറബിൾ ഡിഗ്രിയിൽ ചേഞ്ച് ആവുന്നുണ്ട് അത് തന്നെയാണ് ഈ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.